പൗവത്തിൽ പിതാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി രണ്ടാഴ്ചയാകുമ്പോൾ പിതാവിനെ ഏറ്റവും അടുത്തറിഞ്ഞ 3 പേർ തികഞ്ഞ വിശ്വാസത്തിലും പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. പിതാവ് വിശുദ്ധനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് അവരെല്ലാം. എന്നെ ഒത്തിരി സ്പർശിച്ചതാണ്. അദ്ദേഹം ഇത്രയും നാളുകൾ സംസാരിച്ചിട്ടും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പാവം അദ്ദേഹത്തിന് പറയാനില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അദ്ദേഹം വിശുദ്ധനായ ഒരു പിതാവാണ്. പിതാവിന്റെ ജീവിത വിശുദ്ധി ഏറെ ആകർഷിച്ചെന്നും അത് താൻ തിരിച്ചറിഞ്ഞെന്നും ദീർഘകാലം പിതാവിനെ കുമ്പസാരിപ്പിച്ചിരുന്ന ഫാദർ ലുഡ്വിക് പാത്തിക്കൽ CMI ഓർക്കുന്നു. 39 വർഷക്കാലം പിതാവിന്റെ ഡ്രൈവറായിരുന്ന വർഗീസ് ചേട്ടനും 12 വർഷം സഹായിയായിരുന്ന നിതിൻ ഫ്രാൻസിസ് എന്ന അപ്പുവിനും പിതാവിന്റെ സ്നേഹവും വാത്സല്യവും നന്മകളും തിരിച്ചറിഞ്ഞ സന്ദർഭങ്ങൾ മധുരമുള്ള ഓർമ്മകളാണ്. ഞാൻ കൽക്കട്ടയിൽ നിന്ന് 2008 ഈ ആശ്രമത്തിലേക്ക് വരുന്നത്. അത് വന്നു കഴിഞ്ഞ് ആ കൊല്ലം അവസാനത്തോടു കൂടി ഇവിടെ പ്രിയോരച്ചനായിരുന്ന ജെയിംസ് തയ്യലച്ചൻ എന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛാ പിതാവിനെ ഒന്ന് കുമ്പസാരിപ്പിക്കാനായിട്ട് പോകാവോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് പേടിച്ചു പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അച്ഛന്മാരെയൊക്കെ കുമ്പസാരിപ്പിക്കുന്നുണ്ട്, പിതാക്കന്മാരെ ഞാൻ കുമ്പസാരിപ്പിച്ചിട്ടില്ല, ഞാൻ പോണോ? അച്ഛൻ പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ആലോചിക്കട്ടെ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പറഞ്ഞു ഞാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് മറുപടി കൊടുത്തു, അരമനയിലേക്ക് കൊടുത്തു. പിന്നെ അതിന് സെക്രട്ടറി അച്ഛൻ വിളിച്ചു. അച്ഛൻ കുഴപ്പമുണ്ടോ, തയ്യാറാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. റെഡിയാണ്. വണ്ടിക്കാരനെ വിട്ടു. ഞാൻ വണ്ടിയിൽ കയറി പോയി. അവിടെ ചെന്നു. അപ്പോൾ സെക്രട്ടറി അച്ഛൻ ഇറങ്ങി വന്നു. അദ്ദേഹം അതിനങ്ങോട്ട് പിടിച്ച് ഞാൻ ഈ അസ്വസ്ഥതകളുണ്ടായിരുന്നുകൊണ്ട് എന്നെ കൈ പിടിച്ച് കയറ്റി മുറി തുറന്ന് തന്ന് അവിടെ കൊണ്ടിരുത്തി എല്ലാം ശരിയാക്കി തന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോവും. അപ്പോൾ ഞാനവിടെ ഇരുന്ന് പിതാവ് ആ ചെയർ ഇരിക്കുന്നിടത്തുനിന്ന് അച്ഛൻ ഇങ്ങോട്ട് മാറ്റി ആ ചെയർ ഇടും, അവിടെ ഇരിക്കും. അപ്പോൾ എൻ്റെ ചെയറും കൂടെ അതിനടുത്ത് കൊണ്ടിടും. അങ്ങനെ ഇരുന്ന് കുമ്പസാരിപ്പിക്കും. അതൊരു 3 മിനിറ്റ് കൂടുതലില്ല ഒരിക്കലും. അധികം പറയാനൊന്നുമില്ല. എനിക്കൊത്തിരി അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചെറിയ പ്രായശ്ചിത്തമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വലിയ പ്രായശ്ചിത്തം കൊടുക്കാൻ വലിയ തെറ്റുകളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടുള്ള ചില പ്രാർത്ഥനകൾ ഞാൻ പറയുമ്പോൾ പുള്ളി എനിക്കറിയാൻ മേല, സ്വർഗസ്വനായ പിതാവേ തന്നാൽ മതി അങ്ങനെ പറയാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ കേട്ടോ. പിന്നെ കുമ്പസാരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തോട്ട് കസേര അങ്ങോട്ട് മാറ്റിയിടും, ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിടും. പിന്നെ അവിടെ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ നടത്തും. എൻ്റെ വിവരങ്ങളും സുഖമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും പറയും. ഞാൻ പറഞ്ഞു എൻ്റെ കാലയിൽ നീരാന്ന് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ കാലയിൽ നീരാണ്. അല്ല, അങ്ങനെയാണ് സൗഹൃദമായിട്ടുള്ള സംഭാഷണമായിരുന്നു. രസകരമായിരുന്നു. അങ്ങനെ ഒരു 4-5 കുമ്പസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു വിചാരം, ചേട്ടാ ഒരു ഗൗരവമായ തെറ്റൊന്നും ഇദ്ദേഹത്തിന് പറയാനില്ല. വിശുദ്ധനായ പിതാവാണല്ലോ, ഒരു ഗൗരവമായ തെറ്റുമില്ലാതെ ഇങ്ങനെ കുമ്പസാരിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു കൊല്ലം ഇത്രയും നാളും കുമ്പസാരിപ്പിച്ചിട്ടും ഒരു സീരിയസ് ഗൗരവമായ തെറ്റുകളൊന്നും അദ്ദേഹത്തിന് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് അത് ഓരോ കുമ്പസാരം കഴിയുമ്പോൾ ആഴത്തിൽ വരിക ഈ ചിന്ത, അദ്ദേഹം ഒരു വിശുദ്ധനായ പിതാവാണല്ലോ. അപ്പോൾ എൻ്റെ അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിക്കുക ചെയ്തുകൊണ്ടിരുന്നു ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക്. ആ ചിന്ത ഇപ്പോഴും എൻ്റെ ആഴത്തിൽ കിടക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അദ്ദേഹം വിശുദ്ധനായ ഒരു പിതാവാണ്. എൻ്റെ മനസ്സിൽ ഇന്നും ആ ചിന്തയാണ്. ഞാൻ അതുപോലെ അദ്ദേഹത്തെ കണക്കാക്കുകയും എൻ്റെ മേശപ്പുറത്ത് പടം വെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ. എൻ്റെ ആഴത്തിലുള്ള എൻ്റെ മനസ്സിൽ ആ ഒരു ബോധ്യമാണുള്ളത്. കാരണം ഒരു നല്ലതല്ലാത്ത ഒരു തിന്മയും അതിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഈ കുമ്പസാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പം പോരാൻ നേരം 1 അല്ലെങ്കിൽ 2 പുസ്തകങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതൊരു ഒത്തിരി പുസ്തകങ്ങൾ കൂടെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുമായിരുന്നേ. അപ്പോൾ അങ്ങനെ ആ സൗഹൃദം അങ്ങനെ വളർന്ന് വന്നേ. അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അദ്ദേഹം ഒരു വിശുദ്ധനാണെന്നുള്ള ചിന്ത ഇന്നും എൻ്റെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് പടം എൻ്റെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുക. മരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. 2023 ഡയറി എൻ്റെ കയ്യിൽ അദ്ദേഹം തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അത്രയും കാലം കുമ്പസാരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് അസുഖം വന്നു കൂടി കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. ഇപ്പോൾ 23 വരെ ആയിട്ടുണ്ട്, ആരംഭകാലം വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആശുപത്രിയിൽ ഞാനൊരു 4 ദിവസം അഡ്മിറ്റായിരുന്നു അടുത്ത കാലത്ത്. അപ്പോൾ ഞാൻ കിടന്ന മുറിയുടെ നേരെ എതിരായിട്ടുള്ള മുറിയിൽ പിതാവായിരുന്നു. അപ്പോൾ ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ അടുത്ത് വന്ന് വർത്താനമൊക്കെ സംസാരിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ബന്ധം ഇന്നും മനസ്സിൽ അത് നിലനിൽക്കുന്നു, ഇപ്പോഴും ഇന്നും നിലനിൽക്കുന്നു.
പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തരും. ആ പടത്തെ നോക്കി തന്നെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം നിരസിക്കുകയില്ല, കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് കേൾക്കും എന്നുള്ളൊരു വിശ്വാസം, ആഴമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇനിയും പ്രാർത്ഥിക്കും. ഇപ്പോൾ 2-3 പ്രാവശ്യം, ഇപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. അത് തുടരുകയും ചെയ്യും. മേശപ്പുറത്ത് തന്നെ 2 പടം വെച്ചിട്ടുണ്ട്, എനിക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ഒരു പിതാവ് മരിച്ചുപോയെന്നുള്ള വേർപാടിൽ ദുഃഖത്തിൻ്റെ ഉണ്ടെങ്കിലും അദ്ദേഹം സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹനങ്ങളൊക്കെ ഒത്തിരി സഹിച്ച് അവസാന കാലമായപ്പോഴത്തേക്ക് കേട്ടോ, കാലമൊന്നും തീരും വിഷമവും ഈ ആശുപത്രി കിടന്നപ്പോഴും ഒത്തിരി സഹിച്ച് പോകാവും. ആ സഹനത്തിനൊക്കെ ദൈവം തമ്പുരാൻ പ്രതിഫലം കൊടുക്കാതിരിക്കുകയല്ലേ, യാതൊരു സംശയമില്ല. അത് ഒരു പരാതിയില്ലല്ലോ, ഒരു പരാതിയും പരിഭവം ഒന്നുമില്ലാതെ സഹിക്കുന്നതേ. അത് എന്നിട്ട് കർത്താവിനെ കാഴ്ചവെക്കുമ്പോൾ അത് കർത്താവിന് പ്രതിഫലം തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കുകയില്ല. എൻ്റെ ചേട്ടനാണ് പിതാവിൻ്റെ കൂടെ ബോയിയായിട്ട് നിന്നതാണ്, ഷിൻഡോ ചേട്ടൻ. ചേട്ടനാണ് എന്നെ 2011 പിതാവിൻ്റെ ബോയിയായിട്ട് കൊണ്ടുവരാൻ ഇടയായത്. ചേട്ടൻ മാറിക്കഴിഞ്ഞ് വേറൊരാളായിരുന്നു. പുള്ളി പോയി കഴിഞ്ഞപ്പം ചേട്ടൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു പറ്റുമോയെന്ന്. ഞാൻ ആദ്യമേ ഒന്നും സമ്മതിക്കുകയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി ഒരാഴ്ചയെങ്കിലും വന്ന് നോക്കാൻ പറഞ്ഞു പിതാവിൻ്റെ കൂടെ നിന്ന്. അങ്ങനെ വന്ന് പിതാവിൻ്റെ കൂടെ 12 വർഷത്തോളം കാലം ഇങ്ങനെ പോയി. പിതാവ് എന്നുമായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു. ആദ്യമൊക്കെ പിതാവ് എനിക്ക് ഇടപെടാൻ മടിയായിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളൊരു. അവസാന നിമിഷങ്ങളിൽ ഇങ്ങോട്ട് കുറേ ദിവസങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പിതാവിനോട് ഫ്രീ ആയിട്ട് ഇടപെടാൻ തുടങ്ങിയായിരുന്നു. പിതാവിനോട് എനിക്കൊരു വല്യപ്പൻ്റെ സ്നേഹത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റുമായിരുന്നു പിതാവിനോട്. തിരിച്ചും പിതാവിനോട് അങ്ങനെ ആയിരുന്നു, ഒരു കൊച്ചുമോനെ പോലെ ഇടപെടുമായിരുന്നു. ഞാൻ ഇല്ലെങ്കിൽ പിതാവ് ഭയങ്കര ഒരു ഫോൺ വിളിക്കുമായിരുന്നു. ഒരു നിമിഷം ഇല്ലെങ്കിൽ പോലും കണ്ടവാനെ ഫോൺ വിളിക്കുമായിരുന്നു എന്നെ. എന്ന് വരും, എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ച്. പിതാവിൻ്റെ ഏത് ആവശ്യത്തിന് ഞാൻ വരണമായിരുന്നു. സെക്രട്ടറിച്ചനും ബ്രദറും ഉണ്ടെങ്കിലും എന്നെ കൂടുതലും പിതാവ് മെയിൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വെച്ചേക്കുന്നത്. രാവിലെ തൊട്ട് എഴുന്നേൽക്കുന്ന സമയം അത് അവസാന നിമിഷങ്ങളിലായിരുന്നു ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് പിതാവ് തന്നെ എഴുന്നേൽക്കുന്നു. പിന്നെ പിതാവിൻ്റെ ചാപ്പലിലെ കാര്യങ്ങളും പിതാവ് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളും മെഡിസിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും പിതാവിൻ്റെ ചെയ്തു കൊടുക്കുന്നത് ഞാനായിരുന്നു. കണ്ടിരുന്നു പിതാവ് അങ്ങനെ ഒരിക്കലും ഒരു പരാതി പോലും സെക്രട്ടറിച്ചനോടും ബ്രദറിനോടും അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കറിയത്തില്ല. പിതാവ് സെക്രട്ടറിച്ചന്മാരോടൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലോണം ചെയ്യുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്ന പിതാവ് എൻ്റെ ബർത്ത്ഡേ പല പ്രാവശ്യം പിതാവ് ഞാൻ പറഞ്ഞില്ലേ പോലും പിതാവ് എങ്ങനെയെങ്കിലും അറിഞ്ഞെങ്കിൽ പിതാവ് അത് ആഘോഷിക്കണം. പിതാവിന് പിതാവിൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ വിളിച്ചു കൂട്ടി പിതാവിൻ്റെ മുറിയിൽ തന്നെ ആഘോഷിക്കാൻ വേണ്ടി പിതാവ് വിളിക്കുമായിരുന്നു എല്ലാവരെയും കൂടെ തന്നെ. സെക്രട്ടറിച്ചനോട് പറഞ്ഞും ബ്രദറിനോടൊക്കെ പറഞ്ഞിട്ട് കേക്ക് മുറിക്കും, പിസ്സ മേടിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് പിതാവ് ബ്രദറിനെ കൊണ്ട് പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പിതാവ് പറഞ്ഞതിന് ശേഷം ബ്രദറിനോട് പറഞ്ഞു ആഘോഷിക്കണം, കേക്ക് മേടിക്കണം, ഷർട്ട് മേടിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഷർട്ട് മേടിച്ച് തരുമായിരുന്നു പിതാവിനോട്. പിതാവ് പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരുന്നു. എൻ്റെ വീടിൻ്റെ വെഞ്ചരിപ്പിന് പിതാവ് വീട്ടിൽ വന്നായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു എനിക്ക്. പിതാവ് വീൽ ചെയറിലായിരുന്നു, പക്ഷേ പിതാവ് വെഞ്ചരിച്ച സമയത്ത് പിതാവ് കൂടെ നിന്നു വെഞ്ചരിക്കാനുണ്ടായിരുന്നു. പിതാവ് ആദ്യം വരികയില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പൂവിൻ്റെ ആന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കാന്ന് പറഞ്ഞു. അന്ന് കാലയിലൊക്കെ ഭയങ്കര നീരായിരുന്നു, വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിതാവ് വീൽ ചെയറിൽ തന്നെ എടുത്തിരുത്തിയാണ് വീട്ടിലോട്ട് കയറിയത്. പിതാവ് ഫുള്ളായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് 2019 തൊട്ട്. അതുവരെ സ്വന്തം കാര്യങ്ങളൊക്കെ പിതാവ് തന്നെ ഏകദേശം സ്റ്റിക്കെ പിടിച്ച് നടക്കുമായിരുന്നു. 2021 വരെ വോക്കറെ നടക്കുമായിരുന്നു. 2021 ജനുവരി പിതാവിന് കോവിഡ് ഉണ്ടായി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അരമനയിൽ കോവിഡിൻ്റെ എല്ലാം ഇതും നോക്കി നിന്നത് ഞാനായിരുന്നു നോക്കിയത്. പിതാവ് ഹോസ്പിറ്റലിലായപ്പോൾ തൊട്ട് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ തിരുഹൃദയത്തെ നോക്കി ഇങ്ങനെ പറയും. പിതാവ് തിരുഹൃദയം നിന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. കാലിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നെ ഇങ്ങനെ കിടത്തിയില്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് പിതാവിന് എപ്പോഴും പറയുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്തിന് മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ഒരു ലാറ്റിൻ വാക്കൊരു പറഞ്ഞു, പക്ഷേ അത് എനിക്ക് വാക്കറിയത്തില്ല. നല്ല മരണമെന്നുള്ളതൊരു പിതാവ് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലവണ്ണം പ്രാർത്ഥനയും കൊന്തയും എല്ലാ പ്രാർത്ഥനകളും എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതിന് പോലും നമ്മൾ
പിതാവ് സ്വന്തമായിട്ട് സ്റ്റിക്ക് വെച്ച് നടക്കാൻ പോകുന്ന സമയത്ത് പോലും നമ്മളവിടെ കയറി ചെല്ലുന്ന സമയത്ത് പിതാവ് കാണുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിൽ വീട്ടിൽ പോകണം, കാഞ്ഞിരപ്പള്ളിക്ക് പോകണം, പാലായ്ക്ക് പോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിതാവ് ഇപ്പം വിട്ടുപോയെങ്കിലും പോലും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴും എനിക്കറിയാൻ പറ്റും. അത് കൂടുതലും വ്യക്തികളെ കാണുമ്പോഴാണ് പോലും അവരെന്നോട് പറയാറുണ്ട്, എന്നോട് പിതാവ് മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പോൾ. അത് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കറിയാം. പിതാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ വേഗം പിതാവ് വിശുദ്ധനാകുമെന്നുള്ളത് എനിക്ക് തന്നെ ഒരു അറിയാം. പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ കൂടുതലും അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇരിക്കുമ്പോൾ പോലും ഇങ്ങനെ പിതാവ് ചിന്തിക്കുമ്പോൾ പോലും പിതാവ് കൂടെയുണ്ട്. എന്തിനും ഒരു ധൈര്യമുണ്ട്, പിതാവുണ്ട്. ഇനി എന്ത് കാര്യത്തിനും പിതാവിൻ്റെ സപ്പോർട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. കാരണം പിതാവിൻ്റെ അപ്പം എന്നുള്ള രീതി ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും പിതാവ് അത് കേൾക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുമുണ്ട്. അരമന ഡ്രൈവറായിരുന്നു. കഴിഞ്ഞ് പിതാവ് സഹായമെത്രനായപ്പോഴത്തേക്ക് എന്നെ അങ്ങോട്ട് പിതാവിൻ്റെ കൂടെ വിട്ടു. പിതാവിൻ്റെ കൂടെ തുടർച്ചയായിട്ട് അങ്ങ് ഓടി. അവിടെ കുറച്ച് കഴിഞ്ഞപ്പം കാഞ്ഞിരപ്പള്ളിക്ക് പോന്നപ്പോൾ ഇങ്ങോട്ട് പോന്നു. കാഞ്ഞിരപ്പള്ളി വന്ന് ഇവിടെ 5-7 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോയപ്പോൾ തിരിച്ച് ഞാനും കൂടെ അങ്ങോട്ട് പോയി. ഞാൻ കൂടെ പോരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. അവിടുന്ന് പോന്നപ്പോൾ ആവശ്യപ്പെട്ടായിരുന്നു ഇങ്ങോട്ട് പോരണമെന്നേ. രണ്ടാമത് പോയപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ യാത്രയിൽ എപ്പോഴും പ്രാർത്ഥനയാണ് കൂടുതൽ സമയം. കൃത്യസമയത്ത് ചെല്ലും, കൃത്യസമയത്ത് പരിപാടി നടത്തും. പൊതുവേ അത്യാവശ്യത്തിന് സംസാരിക്കും. യാത്രയിൽ കൂടുതലും പ്രാർത്ഥനയാണ്. കുറച്ച് നേരമൊക്കെ വായിക്കും ഇടയ്ക്കൊക്കെ. എല്ലാ സമയത്ത് മുഴുവൻ പ്രാർത്ഥനയാണ്. ഈ ഇത്തരം യാത്രയ്ക്കിടെ ഞാൻ കാര്യമായ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സുരക്ഷിതമായിട്ട് യാത്ര അവസാനിപ്പിച്ചു. സ്പീഡിൽ പോകുന്ന പരിപാടിയില്ലല്ലോ. ടൈം വെച്ച് പോകുന്നതുകൊണ്ട് വലിയ സ്പീഡ് എടുക്കണ്ടല്ലോ. ഞാൻ അധികം സ്പീഡിൽ പോവുകയില്ല. 60 സാധാരണ 50-60 ഇടയ്ക്കാണ് പോണത്. ഹൈ സ്പീഡൊന്നും പരിപാടിയില്ല. പിന്നെ കൃത്യസമയമനുസരിച്ചല്ലേ ഇറങ്ങുന്നതും പോകുന്നതൊക്കെ. നമുക്ക് ദൂരം അറിയാമല്ലോ. 28 കൊല്ലം അംബാസഡറായിരുന്നു. അത് കഴിഞ്ഞ് വീണു കഴിഞ്ഞപ്പോൾ ഹിപ്പിന് ഇത് വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇച്ചിരിയുടെ വലിയ വണ്ടി മേടിക്കാൻ. ഇപ്പം പിന്നെ ലാൻസർ മേടിച്ചായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഹോണ്ട ആക്കി. പിന്നെ അവസാനം ഹോണ്ട ആയിരുന്നു. ഞാൻ പോന്നു കഴിഞ്ഞ് പിന്നെ വേറെ വണ്ടി ഉണ്ടായി. യാത്ര ചെയ്യുമ്പോൾ ഈ കുടുക്കം വരുന്നതുകൊണ്ട് വലിയ വണ്ടി ഇഷ്ടമില്ല, ചെറിയ വണ്ടി മതിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതെ വണ്ടിയെ പോയാൽ ഷേക്ക് വരും ബോഡിക്ക്. അതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. കാറ് മാറി. രാത്രി യാത്ര കുറവാണ്. വൃത്തിയുള്ളത് സന്ധ്യയാകുമ്പം അരമനെ വരും. എൻ്റെ പിള്ളേരുടെ കാര്യം കല്യാണം എല്ലാം പിതാവാണ് കഴിച്ചു. 5 പേരുടെയും കല്യാണം കഴിച്ചു തന്ന പിതാവാണ്. പെരുമാറ്റം വളരെ സൗമ്യമാണ്. ഒരിക്കലും ഒരു ദേഷ്യപ്പെടേണ്ട അവസരം ഉണ്ടായിട്ടില്ല. ഇത്രയും കൊല്ലമായിട്ട് എന്നോടൊരു അരിശപ്പെട്ട് സംസാരിക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല. അത്ര സൗമ്യമായ പെരുമാറ്റമായിരുന്നു. പിന്നെ ഭക്ഷണത്തിനൊക്കെ വളരെ മിതത്വം. വലിയ ഭക്ഷണമൊന്നും കഴിക്കുകയില്ല വലുതായിട്ട്. എല്ലാം വളരെ ലാളിത്യത്തിലുള്ള പരിപാടി. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളാണ് വളരെ സിമ്പിൾ. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. വലിയ സ്വീകരണങ്ങളൊന്നും ഇഷ്ടമില്ലായിരുന്നു. മന്ദബുദ്ധികളോടും വികലാംഗരോടും ദളിതുകാരോടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമായിരുന്നു. എല്ലാവരോടും ഒരേ രീതിയിലുള്ള സ്നേഹമാണ്. ഉള്ളിൽ എല്ലാവരോടും സ്നേഹം കാണും. പുറമേ അങ്ങനെ എല്ലാവരോടും കാണിച്ചൊന്നും വരികയില്ല. 4 പിതാക്കന്മാരെ നേരിട്ട് കണ്ട കാവാട്ട് പിതാവ്, പടിയറ പിതാവ്, പൗത്തി പിതാവ്, പെരുന്തോട്ടം പിതാവ്. അഞ്ചൽ പിതാവിനെ ചെറുപ്പം പോലെ അറിയുന്ന, നമ്മളോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. എപ്പോഴും കാണുകയും വരികയൊക്കെ ചെയ്യുന്ന വർത്താനമൊക്കെ പറയും. കർദിനാളായപ്പോഴൊക്കെ ഞാൻ പോയി കണ്ടായിരുന്നു. ഈ ക്രിസ്മസിന് തലേദിവസം 24 ഡിസംബർ 24 ഞാൻ ക്രിസ്മസ് മംഗളം പറയാൻ പോയി. എല്ലാ കൊല്ലം ഞാൻ പോകുന്ന ക്രിസ്മസ് അന്ന് ഞായറാഴ്ചയാണ്. ഞാൻ ശനിയാഴ്ച പോയി. വായിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കണ്ണടച്ചിരിക്കുക. ഞാൻ വിളിച്ചു, വർഗീസാണെന്ന്. വർഗീസ് എനിക്കൊരു ഡയറി എടുത്തു തന്നു. എല്ലാ കൊല്ലം ഡയറി തരും, രൂപതയുടെ. അത് തന്നു. ഞാൻ പോവാമെന്ന് പറഞ്ഞു. പോയി. അപ്പോൾ അന്ന് പിറ്റേ ദിവസം വീട്ടിൽ ഉണ്ണാനായിട്ട് അധികം വന്ന് കൊണ്ടുപോകാം പിള്ളേർ. നേരപ്പം അവരോട് പറഞ്ഞു വർഗീസ് നില വന്ന് കണ്ടേച്ചും പോയായിരുന്നു. ഞാൻ വിചാരിച്ച് ഓർക്കുന്നില്ലായിരുന്നു. എന്നെ ഓർത്തായിരുന്നു, എല്ലാവരെയും ഓർക്കുന്നില്ല. ഞാൻ എപ്പം ചെന്നാലും പറഞ്ഞു വർഗീസ്. അത് മറന്നിട്ടില്ല.